ഹലോ, ഹാപ്പി ന്യൂ ഇയർ! എല്ലാവർക്കും അടിപൊളിയൊരു പുതുവത്സരം ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിൽ ഞാൻ ചെയ്യുന്നത് 2 ലീഫ് ആർട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള 2 ലീഫ് യൂസ് ചെയ്തിട്ട് കുറച്ച് പെയിൻറ്റിങ്സ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അത്രയും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടാവും. അതൊക്കെ അങ്ങ് പോട്ടെ. ഇനി നമുക്ക് ഇന്ന് മുതലൊരു പുതുവർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. നമ്മുടെ ലൈഫിലൊരു ലക്ഷ്യം വേണം. അത് നമുക്ക് വേണ്ടിയാവണം, മറ്റുള്ളവർക്ക് വേണ്ടി ആവരുത്. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫോഴ്സ് കൊണ്ടാവരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സെൽഫ് ലവ് അത് തീർച്ചയായിട്ടും വേണം. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ടാവും. നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം പാഴാക്കരുത്. പ്ലാൻ ചെയ്യുക, ദെൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് പേര് കളിയാക്കും, അവഗണിക്കും, കുറ്റപ്പെടുത്തും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ മതി. ഓക്കെ. പിന്നെ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ് കുറേ എക്സ്ക്യൂസസ്. ആക്ച്വലി അത് എക്സ്ക്യൂസസ് അല്ല, നമ്മുടെ മടീനെ നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എക്സ്ക്യൂസസ്. അപ്പോൾ നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. ഒരു ദിവസം ചെറിയൊരു ശ്രമമെങ്കിലും നമ്മൾ നടത്തിയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്വയം ഒരു വിശ്വാസം വേണം, സെൽഫ് ലവ് വേണം, സെൽഫ് കോൺഫിഡൻസ് വേണം. നമ്മുടെ ആവശ്യങ്ങളാണെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവർ നടത്തിത്തരും. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ പ്രയത്നിക്കും, അല്ലെങ്കിൽ അവർ നടത്തിത്തരും എന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. സോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രവർത്തിക്കാം. പിന്നെ ഏതൊരു പുതിയ വർഷം വരുമ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ പരാജയങ്ങളിൽ നിന്നും ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളാം. ഓരോ അവഗണനയിൽ നിന്നും ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളാം. നമ്മൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച ആൾ നമ്മളെ ഒന്നും കൂടി ബോൾഡാക്കാനും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രീറ്റ്മെൻറ്റ്സ് ആണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടാൽ മതി. നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ ഫോക്കസ്. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അതൊന്നും മൈൻഡാക്കണ്ട. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ആ ഒരു മാർഗങ്ങളാണ് പ്രധാനം. പിന്നെ എന്ത് കാര്യത്തിനും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. പലരും പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ വില കൽപ്പിക്കാറുണ്ട്. പക്ഷെ അകത്തിരുന്നൊരു ഹൗസ് വൈഫ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വീട്ടിലിരുന്ന് ചെയ്യുന്ന പണിയല്ലേ എന്നുള്ളൊരു രീതിയിലാണ്. സത്യമാണ്, വീട്ടിലിരുന്ന് ചെയ്യുന്നത് ഓക്കെ. പക്ഷെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ആൾ ഈ ഒരു എക്സ്ട്രാ കാര്യം കൂടി ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എത്രത്തോളം പാഷനേറ്റ് ആയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മെൻ്റലി തളർത്തി കൊടുക്കരുത്. ഇനി മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യും എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നമ്മൾക്കായിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ സക്സസ്സിന് കാരണമാവും. എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ഏറ്റവും വലിയൊരു പരാജയം എന്താണെന്നറിയോ? വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അതിനുശേഷം കുറേ വർഷങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചങ്ങ് തീർക്കും. അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി. പിന്നൊരു ഒരു
30+ ആവുമ്പോഴാണ് അവരെക്കുറിച്ച് ചിന്തിക്കുക, അവരെന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൽ വിഷമിച്ചിട്ടോ റിഗ്രറ്റ് അടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് പ്രയത്നിക്കാനായിട്ട് നിങ്ങളെക്കാൾ പ്രാപ്തരായിട്ട് ഉള്ളവർ ആരുമില്ല. സോ എല്ലാവരും ഈ ഒരു പുതുവർഷം നിങ്ങളുടേതാക്കി മാറ്റുക. അതായത് നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഹാപ്പി ന്യൂ ഇയർ.